രണ്ട് മറുപടി. തമ്പിസാറിനെ പോലൊരു പ്രഗത്ഭനായ അഡ്വക്കേറ്റിന്റെ വേദിയിൽ പോലും ഇരിക്കാൻ അർഹതയില്ലാത്ത വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ആ നിയമവിജ്ഞാനത്തിന്റെ 1000-ലൊന്നും എനിക്കില്ല. പക്ഷെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധിന്യായം ഞാൻ വെർബാറ്റിം കോട്ടിയാണ്, വാക്കാൽ കോട്ടിയാണ്. ഞാൻ ശ്രീ ഗോപികൃഷ്ണനും, പ്രേക്ഷകർക്ക് മനസ്സിലാക്കാനാണ്, ശ്രീ ഗോപികൃഷ്ണനും അയച്ചു കൊടുത്തു, അതിന്റെ സ്ക്രീൻഷോട്ടും അയച്ചു കൊടുത്തു. ഇതിന്റെ ഒരു ഒബ്സർവേഷൻ ആയിട്ടല്ല, കോടതിയുടെ ഡിറക്ഷൻസ് ആയിട്ടാണ്. അതായത് 7ാം പാരഗ്രാഫ് എന്ന് പറയുന്നത് കോടതിയുടെ ഇഷ്യൂ ദ ഡിറക്ഷൻസ് ആണ്. അതിൽ വളരെ കൃത്യമായി അലിഗേഷൻ, അക്യൂസ്ഡിന്റെ പ്രൈവസി കാത്തു സൂക്ഷിക്കണം എന്ന് കേരള ഹൈക്കോടതി പറഞ്ഞത് ഇന്ത്യൻ നീതിന്യായ ചരിത്രത്തിലെ പുതിയ വ്യാഖ്യാനമാണ്. ഞാനൊക്കെ ഓൾറെഡി എന്റെ സുപ്രീം കോടതിയിലെ അഡ്വക്കേറ്റിനോട് ഇത് ദേശീയ തലത്തിൽ നമുക്ക് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കണം, മറ്റ് കേസുകളിൽ ആപ്ലിക്കബിൾ ആക്കണമെന്ന നമ്മൾ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. അതുകൊണ്ട് ആ കാര്യത്തിൽ ആംബിഗ്വിറ്റി ഒന്നുമില്ല. ആരുടെ പേരും ഒരു കാരണവശാലും SITക്ക് വെളി പറയാൻ കഴിയില്ല. അതായത് ഈ വിധിക്ക് ശേഷം ആരുടെയെങ്കിലും പേര് പറയണമെങ്കിൽ അത് ഈ കോടതി വിധിയുടെ ലംഘനമാകും. വേണമെങ്കിൽ അവർക്ക് കോടതിയെ സമർപ്പിക്കായിരിക്കും. 2, കേസ് എടുക്കുന്നതിന് ആർക്കും തടസ്സമില്ല. ഏതെങ്കിലും രീതിയിൽ കേസ് എടുക്കുന്നതിനോ ആരോപണം ഉന്നയിക്കുന്നതിനോ ആ കേസിന്റെ അന്വേഷണത്തിനോ ഒന്നും ഒരു തടസ്സവുമില്ല. അങ്ങനെ സീരിയസ് ആയ കാര്യമുണ്ടെങ്കിൽ നോക്കണം. പക്ഷേ മിയർ അലിഗേഷൻസ് മാത്രമാണെങ്കിൽ, അല്ലെങ്കിൽ സ്മിയർ ക്യാമ്പയിൻ ആണെങ്കിൽ, അപകീർത്തിപ്പെടുത്താനാണെങ്കിൽ, നിവിൻ പോളിക്കെതിരെ, രഞ്ജിത്തിനെതിരെ, ജയസൂര്യക്കെതിരെ ഒക്കെ വന്ന വ്യാജ ആരോപണങ്ങൾ നമ്മൾ കണ്ടു. ആ വ്യാജ ആരോപണങ്ങളുടെ പേരിൽ ആരെയും വേട്ടയാടരുത്, ഇത്ര മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഒരുപാട് വ്യാജ കേസുകൾ നമ്മൾ കണ്ടിട്ടില്ലേ, വ്യാജ ആരോപണങ്ങൾ കണ്ടിട്ടില്ലേ? ഒറ്റ വരിയിൽ അവസാനിപ്പിക്കാം. 4 പോലീസുകാരെ കൊല്ലാൻ ദിലീപ് ശ്രമിച്ചു എന്ന് കള്ളക്കേസ് ഇട്ടവർക്ക് ദിലീപിനെ ഗൂഢാലോചനയിൽ പെടുത്താനും ജയസൂര്യൻ, നിവിൻ പോളിയെ പെടുത്താനും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവൂ? ആ 4 പോലീസുകാരെ കൊന്ന കേസ് ഗോപീഷ് ഓർമ്മയില്ലേ? 4 പോലീസുകാരെ കൊല്ലാൻ ശ്രമിച്ചു എന്നാണ് കേസ്. ആ കേസിൽ ഒരു പുരോഗമനവും ഇല്ല. പിന്നെ രാഹുൽ, ഞാൻ പറഞ്ഞത് ഈ നിയമ സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്യരുത്, അതാണ് ഞാൻ പറഞ്ഞത്. രാഹുൽ, അത് A or B, നിയമ സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്യുന്നത് ആരായാലും അതിന് നമ്മൾ ആ നിലയിൽ തന്നെയാണ് അത് പരിഗണിക്കേണ്ടതും. ആ നിലയിൽ തന്നെയാണല്ലോ നിയമ സംവിധാനം തന്നെ അത് കറക്റ്റ് ചെയ്ത് പോവുകയല്ലേ. പക്ഷെ ഇവിടെ എന്താണ് രാഹുൽ ഇഷ്യൂ? ഇവിടുത്തെ പ്രധാനപ്പെട്ട, ഞാൻ പറഞ്ഞത്, നമ്മൾ ലെറ്റ്സ് നോട്ട് ഡീവിയേറ്റ് ഫ്രം ദ മെയിൻ ടോപ്പിക്. അതായത് ഞാൻ പറഞ്ഞത് ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ മലയാളത്തിലെ എണ്ണം പറഞ്ഞ താരങ്ങളടക്കമുള്ളവർ അവർക്കുണ്ടായ ചില ദുരനുഭവങ്ങൾ വിശദീകരിക്കുകയാണ്. അതിൽ ഹേമ കമ്മിറ്റി തന്നെ ഒരു ഭാഗത്ത് പറയുന്നത്, ഈ ആരോപണം ഉന്നയിക്കപ്പെട്ട പ്രഗത്ഭരെന്ന് നമ്മൾ കരുതുന്ന ആളുകൾക്കെതിരെ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ അവിശ്വസിക്കാനുള്ള ഒരു കാരണവും ഞാൻ കാണുന്നില്ല. അവരൊരു റിട്ടയേർഡ് ജസ്റ്റിസാണ് ഹൈക്കോടതിയിലെ. ജസ്റ്റിസ് ഹേമയെ പറ്റി താങ്കൾക്ക് അറിയാമായിരിക്കും, ഏത് തരത്തിലുള്ള ഒരു ഇന്റഗ്രിറ്റി ഉള്ള ലേഡിയാണ് ജസ്റ്റിസ് ഹേമ എന്ന കാര്യം താങ്കൾക്ക് അറിയാമായിരിക്കും. ഞാൻ ജസ്റ്റ് 1 minute, ലെറ്റ് മീ കംപ്ലീറ്റ്. അപ്പോൾ അവരോട് പറയുകയാണ് ഇന്ന കാര്യങ്ങൾ, നമുക്കതിനെ അവിശ്വസിക്കേണ്ട കാര്യമില്ല, കാരണം അത് ബോധ്യപ്പെടുത്തുന്ന തരത്തിലുള്ള വിവരങ്ങളും തെളിവുകളുമാണ് എൻ്റെ മുന്നിൽ സമർപ്പിക്കപ്പെട്ടത്. ആൻഡ് രാഹുൽ, പ്ലീസ് ടേക്ക് ദിസ് നോട്ട്. അതായത് അവർ പറയാണ്, ഈ പോക്സോ സ്വഭാവമുള്ള കേസുകൾ ഉണ്ടെങ്കിൽ അതിനകത്ത് തമ്പിസാർ പറഞ്ഞതുപോലെ പോലീസിന് ഡയറക്റ്റായിട്ട് കേസെടുത്ത് അങ്ങ് മുന്നോട്ട് പോകാം, FIR ഇട്ട്. അങ്ങനെ സാധ്യതയുള്ള, അല്ലെങ്കിൽ അത്തരത്തിൽ ഉള്ളടക്കമുള്ള ഒരു റിപ്പോർട്ടാണ് 4.5 വർഷക്കാലം വിത്തൗട്ട് എനി ആക്ഷൻ, ഒരു നോൺ ആക്ഷനിൽ അവിടെ കടന്നിരുന്നത്. അപ്പോൾ ശ്രീ രാഹുൽ ഈശ്വർ, ആരോപണ വിധേയർ എന്ന് പറഞ്ഞ് നമ്മൾ അവർക്ക് കോട്ട കെട്ടി കൊടുക്കുക, അല്ലെങ്കിൽ അവർ, ഞാൻ പറഞ്ഞ നിയമത്തിന്റെ കണ്ണിൽ താങ്കൾ പറഞ്ഞതൊക്കെ ശരി, ഞാൻ പറഞ്ഞത് ഈ അന്വേഷണം എവിടെയാണ് തടസ്സപ്പെടുന്നത്? എന്താണ് ഈ അന്വേഷണം മുന്നോട്ട് പോകുന്നതിനുള്ള തടസ്സം? ഞാൻ ഒരു വരിയിൽ മറുപടി പറയാം. ഞാൻ നിയമത്തിന്റെ മാത്രമല്ല, നീതിയുടെ കണ്ണിലാണ് പറഞ്ഞത്. ഇവര് ആരോപണ വിധേയരാണ്. കാര്യം ഇവർക്കെതിരെയും വ്യാജമാണോ അല്ലയോ എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് അന്വേഷണം വേണം, പരാതി വേണം, സംശയമില്ല. പക്ഷെ ഒറ്റ കാര്യം മാത്രമേ ഇവിടെ ഉള്ളൂ. ഇത് ഇനി 2, പോക്സോ എന്ന് പറയുന്നത് ഗേൾസ് എന്നൊരു പരാമർശമുണ്ട്. ആ ഗേൾസിനെ ചുറ്റിപ്പറ്റിയാണ് നമ്മളെല്ലാം വ്യാഖ്യാനിക്കുന്നത് ഇത് പോക്സോ ആണ്. 2, ഹേമ മാഡത്തിന്റെ സ്റ്റേച്ചറിൽ ആർക്കും സംശയമില്ല. പക്ഷെ 35 വർഷം മുമ്പ് എനിക്കൊരു ദുരനുഭവം ഉണ്ടെന്നൊരു പെൺകുട്ടി പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് എങ്ങനെ മനസ്സിലാക്കാൻ ഹേമ മാഡത്തിന് കഴിയും? അവരൊരു അന്വേഷണ ഏജൻസി അല്ല, ഇത് കമ്മീഷൻ പോലും അല്ല, കമ്മിറ്റിയാണ്. അതായത് ഞാൻ വന്ന് ഹേമ മാഡത്തോട് എന്റെ ഒരു അനുഭവം പറയുമ്പോൾ അത് ശരിയാണോ തെറ്റാണോ എന്ന് അന്വേഷിക്കാനും അറിയാനും ഒരു മെക്കാനിസം ഇല്ല. ഇൻ ഗുഡ് ഫെയ്ത്ത് ഹേമ മാഡം അത് റെക്കോർഡ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ വേണം, ഇത് ശരിയാണോ എന്ന് അന്വേഷിക്കണം. മറുഭാഗത്തിന് അത് ശരിയാണ്, കാരണം അത് അന്വേഷിക്കാൻ ഒരു സംവിധാനം ജസ്റ്റിസ് ഹേമയ്ക്കില്ല. പക്ഷെ നമുക്കറിയാം, ഷീസ് എ റിട്ടയേർഡ് ജഡ്ജ് ഫ്രം ദ ഹൈക്കോർട്ട്. അപ്പോൾ അവർക്ക് അറിയാം ഈ ഒരു സ്വഭാവം, അവരുടെ വെളിപ്പെടുത്തലിന്റെ സ്വഭാവം മനസ്സിലാക്കാനുള്ള പ്രാപ്തിയുള്ള ആളാണ് ജസ്റ്റിസ് ഹേമ. മാത്രമല്ല, ജസ്റ്റിസ് ഹേമ പറയുന്നത്, അവർ പറയുന്ന കാര്യങ്ങൾ, അവരതിനെ നിരത്തിയിട്ടുള്ള, അതിനോട് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന അവർ പറഞ്ഞിട്ടുള്ള മറ്റ് വിവരങ്ങൾ, ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇതെല്ലാം സിനിമാ മേഖലയിൽ സംഭവിക്കുന്നു എന്ന് നമ്മൾ, ഈ ആരോപണം ഉന്നയിക്കപ്പെട്ട ആളുകൾ അവിശ്വസിക്കേണ്ട എന്ന് ജസ്റ്റിസ് ഹേമയെ പോലെ ഒരാൾ പറയുകയാണ്. ഡെഫിനറ്റ്ലി രാഹുൽ, അതിൽ അന്വേഷണം വേണം. അപ്പോൾ മാത്രമാണ് താങ്കൾ പറഞ്ഞതുപോലെ കുറ്റക്കാരാണോ അല്ലയോ എന്ന് കണ്ടെത്താൻ കഴിയുക. ഞാൻ അതിനോട് യോജിക്കുന്നു. പക്ഷെ ഞാൻ പറഞ്ഞത്, അതിലൊരു അന്വേഷണം പോലും നടക്കാത്ത തരത്തിൽ ഒരു ന്യായവാദം ഉന്നയിക്കപ്പെടുകയാണ്. എന്താണ് ആ ന്യായം? പരാതിക്കാരില്ല എന്ന ന്യായം സർക്കാർ പറയുകയാണ്. ഒരു അന്വേഷണവുമില്ല. ഇവിടെ പോക്സോ സ്വഭാവമുള്ള വിവരങ്ങൾ വന്നിട്ട് ഒരു അന്വേഷണവുമില്ല. എന്നിട്ട് അതിനും സർക്കാർ പറഞ്ഞ ന്യായം
പരാതിക്കാരില്ല എന്നാണ്. ഇപ്പോഴും SIT-യുടെ മുന്നിലുള്ള ഒരു വലിയ തടസ്സം അന്ന് പറഞ്ഞ മൊഴിയിൽ അവർ ഉറച്ചു നിൽക്കുമോ എന്നുള്ളതാണ്. ഉറച്ചു നിൽക്കുമ്പോൾ മാത്രം പരാതി ഉണ്ടെങ്കിൽ മാത്രം അന്വേഷണം നടന്നാൽ മാത്രം കുറ്റക്കാരെ കണ്ടെത്തിയാൽ മാത്രം ശിക്ഷ. ഈ നിലയിൽ നിൽക്കുകയാണ്. അപ്പോൾ എന്തിനാണ് ഈ ഹേമ കമ്മീഷനെ നിയമിച്ചത്? ഈ സിനിമാ മേഖലയിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള നടപടികൾ ഉണ്ടെങ്കിൽ അതിനെതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കാനും അത് നവീകരിക്കാനും വേണ്ടിയാണ്. സോ ദ ഹോൾ പർപ്പസ് വിൽ അതെല്ലാം എവിടെയും ഇല്ലാതെ പോവുകയാണ്. അപ്പൊ നടപടി വേണ്ടേ രാഹുൽ? നമ്മൾ ഈ ആരോപണ വിധേയരെന്ന് പറഞ്ഞ ഒരു വിഭാഗത്തെ സംരക്ഷിച്ചു നിർത്തിയാൽ മതിയോ? നടപടി വേണ്ടേ? ഡേർട്ടി ലോണ്ടറി വാഷ് ചെയ്യുകയല്ല, ചത്ത കുഞ്ഞിന്റെ ജാതകം നോക്കുകയല്ല. പർപ്പസ് സൊല്യൂഷൻ ആണ്, ഭാവിയാണ്, ഫ്യൂച്ചറിസ്റ്റിക് ആണ്. അല്ല ഒരു ക്രൈം നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പരിഹാരം ഭാവിയിലെ ശുദ്ധീകരണമല്ല. ക്രിമിനൽ ആരാണ് അതിനകത്തുള്ള ആള് കുറ്റവാളി, he should be punished, he or she should be punished. അതാണ് അതിന്റെ പരിഹാരം. ക്രൈം തെളിഞ്ഞിട്ടില്ല സാർ. അല്ല, അത് അന്വേഷിക്കണം എന്ന് ഞാൻ പറഞ്ഞത്. അതിന്റെ തടസ്സങ്ങളാണ് ഞാൻ ഈ പറയുന്നത് രാഹുൽ. അല്ല, ഇത് ഒരു വലിയൊരു പ്രോസസ്സാണ്. അതിനേക്കാൾ നമ്മൾ എല്ലാം ഫോക്കസ് ചെയ്യേണ്ടത് നാളെ എങ്ങനെ നന്നാക്കാം, ഫ്യൂച്ചറിസ്റ്റിക് ആകണം, സൊല്യൂഷൻ സെന്ററിക് ആകണം. ഇത് രാഹുൽ ഈശ്വറിന്റെ മാത്രം അഭിപ്രായമല്ല, ഭാഗ്യലക്ഷ്മി മാഡത്തിന്റെ അഭിപ്രായം ഇതല്ലേ, രേവതി മാഡത്തിന്റെ അഭിപ്രായം ഇതല്ലേ, എല്ലാരും രാഹുൽ താങ്കൾ യു സ്പീക്ക് ഇൻ ഡബിൾ ടങ്. താങ്കൾ രണ്ട് നാവ് കൊണ്ടാണ് സംസാരിക്കുന്നത്. ഒരു ഭാഗത്ത് താങ്കൾ നിയമത്തിന്റെ കൃത്യതയെ കുറിച്ച് പറയുന്നു, നിയമപരമായ കാര്യങ്ങൾ പോകണമെന്ന് ശഠിക്കുന്നു. മറുഭാഗത്ത് അതിൽ തന്നെ വളരെ കൃത്യമായ ചോദ്യങ്ങൾ വരുമ്പോൾ താങ്കൾ ഭാഗ്യലക്ഷ്മി ചേച്ചി ഇങ്ങനെ പറഞ്ഞില്ലേ, മറ്റേയാൾ അങ്ങനെ പറഞ്ഞില്ലേ. നമ്മളെ സംബന്ധിച്ച് അങ്ങനെയല്ല. യു കോൾ എ സ്പേഡ് എ സ്പേഡ്. കാരണം ഇവിടെ എന്താണ്, പോക്സോ സ്വഭാവമുള്ള കേസുകൾ വരുമ്പോൾ അതിനകത്ത് പിന്നെ അതിന് നിയമത്തിന്റെ വഴികളേ ഉള്ളൂ. അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി നോസ് ദാറ്റ് ബെറ്റർ. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ആരെയും കാത്തു നിൽക്കേണ്ട കാര്യമില്ല സംസ്ഥാന സർക്കാരിന്റെ പോലീസിന്. FIR ഇട്ട് അന്വേഷണം തുടങ്ങാം, അവിടെ ഒരു തടസ്സവുമില്ല. പിന്നെ എന്തിനാണ് നമ്മൾ അതിനകത്ത് ചർച്ച ചെയ്യുന്നത് രാഹുൽ? പിന്നെ ആരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ന്യായവാദങ്ങൾ നിരത്തുന്നത്? ആരെയും സംരക്ഷിക്കുകയല്ല, പ്രായോഗിക ബുദ്ധിയോടെ സൊല്യൂഷൻ സെന്ററിക്കായി ഭാവിക്ക് വേണ്ടി നമ്മൾ ചിന്തിക്കുകയാണ്. ഇനിയും കേസുകളും മറ്റും വന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വീണ്ടും ഫൈറ്റായി നിൽക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും പോരാട്ടത്തിലേക്ക് പോകും. പകരം ഇന്നലെയുടെ എല്ലാ തിന്മകളും പഠിച്ചുകൊണ്ട് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നല്ലൊരു നാളെ നിർമ്മിക്കാൻ, പുതിയൊരു യുഗപ്പിറവിക്ക് വേണ്ടി, ഫോർ എ ഫ്രഷ് ബിഗിനിങ്, നമുക്ക് അതിനുവേണ്ടിയല്ലേ ശ്രമിക്കേണ്ടത്. ശ്രീ മോഹൻലാലിന്റെ സമീപനം അതല്ലേ, മമ്മൂട്ടിയുടെ സമീപനം അതല്ലേ? ഏറ്റവും സിനിമാ മേഖലയെ സ്നേഹിക്കുന്നവർക്ക് ഈ സമീപനമല്ലാതെ മറ്റൊരു സമീപനം എടുക്കാൻ കഴിയില്ല. ഇനിയും ചത്ത കുഞ്ഞിന്റെ ജാതകം നോക്കി അടികൂടി എന്നാൽ നമ്മൾ എവിടെയും എത്തില്ല. സോ സൊല്യൂഷൻ സെന്ററിക്കായിട്ട് ആ കോൺക്ലേവ് നടക്കണം. പുതിയ സിനിമാ നിയമം വേണം, സിനിമാ നയം വേണം, നടപടികൾ വേണം, നിലപാടുകൾ വേണം. ഫ്യൂച്ചറിസ്റ്റിക് ആയി പോയില്ലെങ്കിൽ പരസ്പരം ഫൈറ്റിൽ നമ്മൾ നിൽക്കുമെന്നുള്ള ഒരു ഹംബിൾ സബ്മിഷനേ ഉള്ളൂ.